ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ശൈലജക്കെതിരെ ഉയരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മറ്റുള്ളവർ എഴുതിയാലും മറ്റുള്ളവർ പറഞ്ഞാലും അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് വരിക. അത് അവിടുത്തെ സ്ഥാനാർത്ഥി ഒന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും വാക്ക് ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ തള്ളിപ്പറയാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ആർജവം, രാഷ്ട്രീയമായിട്ടുള്ള പക്വത നിങ്ങൾ കാണിക്കുമോ? കാരണം നിങ്ങളെല്ലാവരും പത്രക്കാരെല്ലാം നിങ്ങൾ നോക്കൂ, അത് എന്താണ് ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. ശൈലജ എനിക്കെൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഏറെ വർഷക്കാലമായി, ചെറിയ പ്രായക്കാലം മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ശൈലജയെ എനിക്കറിയാം, കണ്ണൂർ ജില്ലക്കാർക്കറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പോയി വടകരയിൽ ജയിച്ചു വരികയാണ്, വടകരയിൽ ജയിക്കും എന്നതെല്ലാം വെച്ച് ഈ രൂപത്തിലുള്ള വ്യക്തിഹത്യ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഇതാണോ കേരളീയ സംസ്കാരം? ഇതാണോ കോൺഗ്രസ് സംസ്കാരം? ഇതാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതി? ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നതരായിട്ടുള്ള നേതാക്കളുണ്ടല്ലോ. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിന് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ. ഇപ്പോൾ ചാർജ് വഹിക്കുന്ന ഹസനുണ്ടല്ലോ. KPCCയുടെ പ്രസിഡൻ്റായ സുധാകരനുണ്ടല്ലോ. നിങ്ങളുടെ സംസ്കാരം ഇതാണോ? ഈ തരത്തിൽ വടകരയുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി പോയി അവർ വടകരയിൽ ജയിക്കും എന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത്രയും നീചമായ, ഇത്രയും സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരിൽ നിന്ന് വന്നതാണ് എന്നാണ് പിന്നെ നിങ്ങൾ കരുതുന്നത്? അവരെ അടക്കി നിർത്തേണ്ടേ? അത് തന്നെയാണ് ശൈലജ ടീച്ചർ ചോദിച്ചത്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നാണ് ശൈലജ ടീച്ചർ ചോദിച്ചത്. അല്ല, നിങ്ങളുടെ ഒന്നും നിയന്ത്രണത്തിന് നിൽക്കുന്നവരല്ലേ? നിങ്ങളുടെ വരുതിക്ക് നിൽക്കാത്തവരാണോ അവർ? അങ്ങനെയാണെങ്കിൽ അവരെ തള്ളിപ്പറയണ്ടേ? ഇത് കേരളത്തിൽ നടാടെയാണ്. അതിന് ഈ രൂപത്തിലുള്ള ആക്രമണമാണോ നടത്തുക? അങ്ങനെയാണെങ്കിൽ പറയണം, കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ കീഴ്പ്പെടുത്താൻ, അവർക്ക് ജനങ്ങൾക്കിടയിൽ ഏറ്റവും മോശമായ ഒരു വിചാരം സൃഷ്ടിക്കാൻ, ചിന്താഗതി സൃഷ്ടിക്കാൻ ഇതൊക്കെയാണ് മാർഗമെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരം ഏത് തരത്തിലുള്ള വൃത്തികെട്ട കടന്നാക്രമണങ്ങൾ നടത്തിയാലും, ഏത് തരത്തിൽ അധിക്ഷേപിച്ചാലും പരിഹസിച്ചാലും, ഏത് തരത്തിലുള്ള സൈബർ ആക്രമണം നിങ്ങൾ നടത്തിയാലും നഷ്ടപ്പെടുന്ന ഇമേജ് അല്ല, നഷ്ടപ്പെടുന്ന പ്രശസ്തിയല്ല ശൈലജ ടീച്ചർക്കുള്ളത്. ശൈലജ ടീച്ചർ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചതിലൂടെ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു വിശ്വാസം, അതാണ് അവർക്കിനി വോട്ടാകാൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എന്ത് തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. വടകര പാർലമെൻറ്റ് മണ്ഡലം ശൈലജ ടീച്ചർ ജയിക്കും. കേരളത്തിലെ 1-ാം നമ്പറായിട്ട് വടകര പാർലമെൻറ്റ് മണ്ഡലം LDFൻ്റെ 1-ാം നമ്പറായിട്ട് ശൈലജ ടീച്ചർ ജയിച്ചു വരും, പാർലമെൻറ്റിലെത്തും. ഈ കേരളീയ സമൂഹത്തിന് വേണ്ടിയും കേരളത്തിലെ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയും സംസാരിക്കാനുള്ള കരുത്തുള്ള ശബ്ദമായി, ഒരു സ്ത്രീ ശബ്ദമായി ശൈലജ ടീച്ചർ ഈ തവണ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് വടകരയിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയോടും അവരോടൊപ്പം നിൽക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം അവിടെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ ശൈലജ ടീച്ചർക്ക് എതിരെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ മൗനം ദീക്ഷിക്കുന്ന UDFനെതിരെ കോൺഗ്രസ്സുകാർക്കിടയിൽ അല്ലെങ്കിൽ UDFനോടൊപ്പം നിൽക്കുന്നവർക്കിടയിൽ അവർ തന്നെ ചോദിക്കുകയാണ്. എനിക്കറിയാവുന്ന ഞാൻ 1-2 ആളോട് ചോദിച്ചു. അവർ പറയുന്നത്, ഞങ്ങളും അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഇത് സംഭവിക്കുന്നത്?
ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത ബന്ധുക്കൾ കൂടി അവിടെയുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ അവിടെ? ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ അധികം വരുന്നില്ല, ചിലതേ വരുന്നുള്ളൂ. അയ്യോ ഞങ്ങളും ഇത് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെന്താ ശൈലജ ടീച്ചർക്കെതിരെ രാഷ്ട്രീയമായിട്ട് പറയുന്നില്ലേ, ആർക്കും വിരോധമില്ല, പക്ഷേ ഇതെന്താ ഇങ്ങനെ ഒരു കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, വടകരയിലും കണ്ടിട്ടില്ല. ഇതിനേക്കാളും എതിരെ രാഷ്ട്രീയ വൈരമുള്ള ആളുകൾ മത്സരിച്ചിട്ടും ഈ തരത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾ തന്നെ ഇപ്പം കോൺഗ്രസ്സിനോട് ഞങ്ങൾക്ക് അനുഭവം തോന്നുന്നില്ല എന്ന രീതിയിൽ തന്നെ എൻ്റെ കുടുംബക്കാർ, അടുത്ത കുടുംബക്കാർ വടകരയിൽ അവർ പറഞ്ഞതാണ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ഈ തരത്തിലുള്ള പോക്കാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒന്നിച്ചൊന്നും നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശൈലജ ടീച്ചർ ഇത് അവർക്ക് ഗുണമാണ് ചെയ്യുക. കാരണം ശൈലജ ടീച്ചറെ പോലുള്ള കേരളം ആകെ ഒന്നടങ്കം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന CPIM-ൻ്റെ ഏറ്റവും കരുത്തയായ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ഈ രൂപത്തിലാണ് ചളി വാരി എറിയുന്നതെങ്കിൽ, ദുർഗന്ധം വമിക്കുന്ന ഈ ചളി വാരി എറിയുന്നതെങ്കിൽ അത് ദോഷം ചെയ്യുന്നത് UDF-നായിരിക്കും. UDF-നോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ അവർ ചിന്തിക്കണം. അവരുടെ കൂടി വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും. വടകര മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ അവരുടെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്, ഇത്രയും നീചമായ ആക്രമണത്തിന് വിധേയയായ ഒരു സ്ഥാനാർത്ഥിയായിട്ടും കരുത്തോടെ വളരെ തൻ്റെ ഇടത്തോടുകൂടി ശൈലജ ടീച്ചർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രിയാണ് അവർക്ക് വേണ്ടി, അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അവർക്ക് നൽകണം എന്നുകൂടി ഞാൻ വടകര മണ്ഡലത്തിലെ വോട്ടർമാരോട് എല്ലാവരോടും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്.